ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകളിൽ എസ്പെഷ്യലി ഗ്രേപ്സിൻ്റെ EMR ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകളിൽ AC6E വളരെ സിമ്പിളായിട്ട് ഫീൽ ചെയ്യും. അതർവൈസ് നിങ്ങൾക്കിത് വളരെ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. കാരണം ഗ്രേപ്സ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസിൻ്റെ തുടക്കകാലം മുതൽ നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുടെ പാർട്ടായിട്ട് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് അതിൻ്റെ ഏറ്റവും കൃത്യത പുലർത്തിയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ AC6E എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിലുള്ളതാണ്. അത് പറയുന്നത് റിക്വസിഷൻ ഫോർ ടെസ്റ്റ്, കളക്ഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, ഹാൻഡ്ലിംഗ്, സേഫ് ട്രാൻസ്പോർട്ടേഷൻ, പ്രോസസ്സിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് specimen is performed according to written guidance. അവിടെ ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഈ സ്റ്റാർ ഇട്ട് ഇതെല്ലാം എഴുതി വെക്കണമെന്നാണ്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ വക കാര്യങ്ങൾക്ക് വ്യക്തമായ ഡോക്യുമെൻറ്റേഷനെ ബേസ് ചെയ്താണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മളുടെ ഇൻവെസ്റ്റിഗേഷൻ ഒരു ഡോക്ടറുടെ റിക്വസിഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാ റിക്വസിഷൻ OPയിലാണെങ്കിൽ ഡോക്ടറിൽ നിന്ന് ഡയറക്റ്റ് ബില്ലിങ്ങിലേക്കാണോ വരുന്നത്, കളക്ഷൻ സെൻറ്ററിലേക്കാണോ വരുന്നത്? IPയിലാണെങ്കിൽ ഡോക്ടർ റൗണ്ട് സമയത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് നേഴ്സ് അത് റിക്വസ്റ്റ് ചെയ്യുകയാണോ, ഡോക്ടർ റിക്വസ്റ്റ് നേരെ വരികയാണോ? ഇതിന് കൃത്യമായ മാനദണ്ഡം ഡോക്യുമെൻറ്റഡ് ആയിട്ടുണ്ടാവണം നമുക്ക്. അതുപോലെ തന്നെ കളക്ഷൻ, നമ്മളുടെ കൺട്രോൾ എസ്സിൽ നമുക്കറിയാം സർവീസസിൽ കളക്ഷൻ, സാമ്പിൾ കളക്ഷന് ഏറ്റവും ടോപ്പായിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പേഷ്യൻറ്റിനെ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. പേഷ്യൻ്റെ ബേസിക് യുണീക്ക് ID വെച്ചിട്ട് നമുക്ക് ആ പേഷ്യൻറ്റിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാം. ആ ഒരു സാമ്പിൾ ഹാൻഡിൽ ചെയ്യുന്നതിന് ഏത് ബോട്ടിൽ ഉപയോഗിക്കണം, ആ സാമ്പിളിന് ഒരു യുണീക്ക് ID ക്രിയേറ്റ് ചെയ്യുക എന്നത് അവിടെ തന്നെ നമുക്ക് ബാർകോഡ് ജനറേറ്റർ ഉണ്ട്, അവിടെ പേസ്റ്റ് ചെയ്യാം. അതർവൈസ് പേസ്റ്റഡ് ആയിട്ടുള്ള ബാർകോഡാണ് വരുന്നതെങ്കിൽ നമ്മുടെ മൈഗ്രേപ്സ് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ സാമ്പിളിനെ മാപ്പ് ചെയ്യാൻ പറ്റും. പുറമെ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഇൻറ്റേർണൽ പ്രോസസ്സിങ്ങിനും സഹായിക്കുന്നതിനൊപ്പം തന്നെ സാമ്പിൾ ഡിസ്പോസൽ വളരെ കൃത്യമായി സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില സമയത്ത് സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടതാണ്. കാരണം ചില സാമ്പിൾസ് പോസിറ്റീവ് ആയിരിക്കും, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിരിക്കും. അതിൻ്റെ സാമ്പിൾ ഡിസ്പോസ് ചെയ്യുന്നതിന് കൃത്യമായി സ്പെഷ്യൽ മാനദണ്ഡം ഉണ്ടാവണം നമുക്ക്. അപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഗ്രേപ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇൻ്റഗ്രേറ്റഡ് ആണ്. കൃത്യമായി നമുക്ക് ഈ ഒരു AC6E എന്ന് പറഞ്ഞ സ്വാഭാവികമായും വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നത് നമ്മുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഗ്രേപ്സിൽ ഉപയോഗിക്കുമ്പോൾ വളരെ ഈസിയാണ്. കാരണം എന്താ? റിക്വസിഷൻ, കളക്ഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, ഹാൻഡ്ലിംഗ്, ദെൻ ഡിസ്പോസൽ മാനേജ്മെൻറ്റ്, എവരിത്തിങ് നമ്മളിവിടെ കണക്റ്റഡ് ആണ്. ഇതൊരു കൃത്യമായ റിട്ടേൺ ഗൈഡൻസ് ഉപയോഗിക്കണമെന്നാണ് നമ്മൾ ആക്സസ് അസസ്മെൻറ്റ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്ന് പറഞ്ഞ NABHൻ്റെ AC6E നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കത് വളരെ സുന്ദരമായി ഗ്രേപ്സിൽ ചെയ്യാൻ പറ്റും.